നമസ്കാരം. മലയാളി താരം സഞ്ജു സാംസണും കേരള ക്രിക്കറ്റ് അസോസിയേഷനും തമ്മിലുള്ള ബന്ധം കൂടുതൽ വഷളായ സാഹചര്യത്തിൽ ഇനി വീണ്ടും ഒരിക്കൽ കൂടി സഞ്ജു ടീമിനായി കളിക്കുമോ എന്ന കാര്യം സംശയമാണ്. കാരണം അറിയിക്കാതെ പരിശീലന ക്യാമ്പിൽ എത്തിയില്ല എന്ന് ചൂണ്ടിക്കാട്ടി കഴിഞ്ഞ വിജയ് ഹസാരെ ട്രോഫിക്കുള്ള കേരള ടീമിൽ നിന്നും സഞ്ജു ഒഴിവാക്കപ്പെട്ടതോടെയാണ് പ്രശ്നങ്ങളുടെ തുടക്കം. വിജയ് ഹസാരയിൽ കളിക്കാത്തതിനാൽ തന്നെ ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള ഇന്ത്യൻ സ്ക്വാഡിലും സഞ്ജുവിന് സ്ഥാനം ലഭിച്ചില്ല. ഇതിനുശേഷം KCAക്കെതിരെ രൂക്ഷ വിമർശനങ്ങളുമായി സഞ്ജുവിന്റെ അച്ഛൻ സാംസൺ വിശ്വനാഥും രംഗത്ത് വന്നിരുന്നു. KCAയിലെ ചിലർക്ക് മകനോട് ഇഷ്ടക്കേടുണ്ട് എന്നും ഈ കാരണത്താൽ മനഃപൂർവ്വം ഒതുക്കുകയാണ് എന്നുമൊക്കെയായിരുന്നു അദ്ദേഹം പ്രതികരിച്ചത്. KCAക്കെതിരെ ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ സാംസൺ വിശ്വനാഥ് ഉന്നയിച്ചതിനാൽ തന്നെ കേരള ടീമിലേക്ക് ഇനി സഞ്ജുവിനെ പരിഗണിക്കുമോ എന്നതും സംശയമാണ്. അടുത്ത സീസണിൽ ഒരുപക്ഷെ മറ്റൊരു ടീമിന് വേണ്ടിയായിരിക്കും ആഭ്യന്തര ക്രിക്കറ്റിൽ സഞ്ജു സാംസൺ കളിച്ചേക്കുക. KCAയുടെ ഭാഗത്ത് നിന്ന് സഞ്ജുവിനോടൊരു ക്ഷമാപണം ഉണ്ടാകാതെ സഞ്ജു എന്തായാലും കളിക്കാൻ വഴിയില്ല. കാരണം സഞ്ജു ഇതിനോടകം തന്നെ പ്രതിഭ തെളിയിച്ചിട്ടുള്ളതാണ്. അന്താരാഷ്ട്ര മത്സരങ്ങളിൽ കളിച്ച സ്റ്റാർ വാല്യൂ ആയിട്ട് നിൽക്കുകയുമാണ്. അതുകൊണ്ട് തന്നെ KCAയാണ് സഞ്ജുവിന് മുന്നിൽ ഇനി പോകേണ്ടത്. സഞ്ജുവായിട്ട് ഒരു മാപ്പുമായി KCAക്ക് മുന്നിൽ എത്താൻ സാധ്യത വളരെ കുറവാണ്. കാരണം സഞ്ജുവിന്റെ നിർണായകമായ മത്സരം, സഞ്ജുവിന്റെ കരിയറിലെ തന്നെ ഏറ്റവും നിർണായകമായ ഒരു മത്സരമാണ് KCAയുടെ ഈ ഒരു അലംഭാവം കാരണം ഇല്ലാതായത്. കേരളം വിടുകയാണെങ്കിൽ അദ്ദേഹത്തിന് ഏറ്റവും യോജിച്ച 3 ടീമുകൾ ഏതൊക്കെയാണ്, പരിഗണിക്കാൻ സാധ്യതയുള്ള ടീമുകൾ ഏതൊക്കെയാണെന്നാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത്. ആഭ്യന്തര ക്രിക്കറ്റിൽ സഞ്ജു സാംസണ് അനുയോജ്യമായ ടീമുകളിൽ ഒന്ന് രാജസ്ഥാൻ തന്നെയാണ്. IPLൽ രാജസ്ഥാൻ റോയൽസിന്റെ ക്യാപ്റ്റൻ കൂടി ആയതിനാൽ തന്നെ അദ്ദേഹത്തോട് പ്രത്യേക ഇഷ്ടവും താല്പര്യവും എല്ലാം രാജസ്ഥാൻ ക്രിക്കറ്റ് അസോസിയേഷനുണ്ട്. മാത്രമല്ല നിരവധി ആരാധകരും സഞ്ജുവിന് അവിടെ ഉള്ളതാണ്. കഴിഞ്ഞ 10 വർഷത്തിലേറെയായി IPLൽ റോയൽസിന്റെ ഭാഗം തന്നെയാണ് സഞ്ജു. അതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ച ഒരു ദത്തുപുത്രൻ തന്നെയാണ് സഞ്ജു സാംസൺ എന്ന് നിസ്സംശയം പറയാം. നിലവിൽ ദീപക് ഹൂഡയാണ് രാജസ്ഥാൻ ടീമിന്റെ നായകൻ. എന്നാൽ രഞ്ജി ട്രോഫി ടീം സെലക്ഷനുമായി ബന്ധപ്പെട്ട് അസോസിയേഷനുമായി അദ്ദേഹത്തിന് ചില അഭിപ്രായ ഭിന്നതകളും ഉണ്ട്. അതുകൊണ്ട് തന്നെ കൂടെ ടീം വിട്ടേക്കുകയും ചെയ്യും. അങ്ങനെ വരികയാണെങ്കിൽ സഞ്ജുവിനായി രാജസ്ഥാൻ വാതിലുകൾ തുറക്കും. സഞ്ജു സാംസൺ അത് അക്സെപ്റ്റ് ചെയ്യാനും സാധ്യത ഏറെയാണ്. അങ്ങനെയാണെങ്കിൽ സഞ്ജു അവിടുത്തെ ക്യാപ്റ്റനായി മാറാനും സാധ്യതയുണ്ട്. 2011-12 ശേഷം രഞ്ജി ട്രോഫിയിൽ രാജസ്ഥാൻ ജേതാക്കളായിട്ടില്ല. മികച്ച താരങ്ങളുടെ അസാന്നിധ്യമാണ് ഇതിന് പിന്നിലെ കാരണം. സഞ്ജുവിനെ കൊണ്ടുവരികയാണെങ്കിൽ അത് രാജസ്ഥാന് കരുത്താകും. കൂടാതെ ഇപ്പോൾ ലഭിക്കുന്നതിനേക്കാൾ കൂടുതൽ ആരാധക പിന്തുണയും അവർക്ക് ലഭിക്കുന്നതായിരിക്കും. ആഭ്യന്തര ക്രിക്കറ്റിലെ ഏറ്റവും ശക്തമായ ടീമുകളിൽ ഒന്നായ തമിഴ്നാടാണ് സഞ്ജു സാംസന് മുന്നിലുള്ള രണ്ടാമത്തെ ഓപ്ഷൻ. രാജസ്ഥാനൊപ്പം തമിഴ്നാടും അദ്ദേഹത്തെ ടീമിലെത്തിക്കാൻ ഇതിനോടകം തന്നെ താല്പര്യം പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. നിരവധി ലോകോത്തര താരങ്ങളെ ഇന്ത്യൻ ക്രിക്കറ്റിന് സമ്മാനിച്ചവരാണ് തമിഴ്നാട്. പക്ഷേ നിലവിലെ ടീമിൽ വലിയ താരമൂല്യമുള്ള കളിക്കാർ അധികമില്ല. എന്നാൽ സഞ്ജുവിനെ സ്വന്തമാക്കാനായാൽ അവർക്ക് ഈ ക്ഷീണം തീർക്കാനുമാകും. മാത്രമല്ല തമിഴ് സിനിമകളെ ഇഷ്ടപ്പെടുന്ന രജനീകാന്തിന്റെ കട്ട ഫാനുമായ സഞ്ജു ഏറ്റവും അധികം കളിക്കാൻ ഇഷ്ടപ്പെടുന്ന ടീമും തമിഴ്നാട് തന്നെയായിരിക്കും. കേരളത്തിലേതുപോലെ അവിടെയും അദ്ദേഹത്തിന് ഒരുപാട് ആരാധകരുണ്ട്. തമിഴ്നാട്ടിലേക്കുള്ള കൂടുമാറ്റം ക്രിക്കറ്റർ എന്ന നിലയിലും സഞ്ജുവിന് ഗുണം ചെയ്യും. മാത്രമല്ല കേരളത്തിനൊപ്പമുള്ള കിരീട വരൾച്ച അവസാനിപ്പിക്കാൻ തമിഴ്നാട്ടിലേക്ക് മാറിയാൽ സഞ്ജുവിന് സാധിക്കുകയും ചെയ്തേക്കും. വിദർഭയാണ് സഞ്ജു സാംസൺ ഏറ്റവും അനുയോജ്യമായ ആഭ്യന്തര ക്രിക്കറ്റിലെ 3ാമത്തെ ടീം. സമീപകാലത്ത് ആഭ്യന്തര ക്രിക്കറ്റിൽ ശ്രദ്ധേയമായ പ്രകടനങ്ങൾ നടത്തിയിട്ടുള്ള ടീമാണ് അവർ. കഴിഞ്ഞ രഞ്ജി ട്രോഫിയിലെ റണ്ണറപ്പായിരുന്നു വിദർഭ ടീം. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും മികച്ച കളിക്കാരെ എത്തിക്കുന്നതിൽ മിടുക്കരാണ് വിദർഭ. മറ്റൊരു മലയാളിയായ കരുൺ നായർ ഇതിന് നല്ലൊരു ഉദാഹരണം തന്നെയാണ്. കേരള ക്രിക്കറ്റ് അസോസിയേഷനിലൂടെയല്ല അദ്ദേഹം ഈ ലെവലിൽ എത്തിയത്. കർണാടക വിട്ടാണ് അദ്ദേഹം വിദർഭയിലെത്തിയത്. ഇവിടെയും വലിയ റൺവേട്ടയും കരുൺ നടത്തുന്നുണ്ട്. കഴിഞ്ഞ വിജയ് ഹസാരയിൽ 5 സെഞ്ചുറികളടക്കം നേടി അദ്ദേഹം ഞെട്ടിച്ചിരുന്നു. ടൂർണമെന്റിൽ വിദർഭ ഫൈനലിൽ വീഴുകയായിരുന്നു. കരുണിനെ കൂടാതെ നേരത്തെ വസീം ജാഫർ, S ബദ്രിനാഥ, കരൺ ശർമ്മ തുടങ്ങിയവരെല്ലാം മറ്റ് ടീമുകൾ വിട്ട് വിദർഭയിലേക്ക് വന്നിരുന്നു. അതുകൊണ്ട് തന്നെ വിദർഭയും സഞ്ജുവിനായി വാതിലുകൾ തുറന്നിട്ടിട്ടുണ്ട്. എന്തായാലും KCAയുമായി സഞ്ജുവിന് തുറന്ന സന്ധിക്ക് പോകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കേണ്ടതില്ല. ഈ ഒരു സാഹചര്യത്തിൽ സഞ്ജുവിന് ഇനി ടീം പ്രഖ്യാപിക്കുമ്പോൾ സഞ്ജുവിന്റെ പേര് ലിസ്റ്റിൽ ഉണ്ടാകുമോ എന്ന് പോലും സംശയകരമാണ്. അതുകൊണ്ട് തന്നെ സഞ്ജുവിനെ സംബന്ധിച്ച ഈ 3 ടീമുകളിൽ ഒന്നിലേക്ക് ചേക്കേറിയാൽ അത്ഭുതപ്പെടാനില്ല.